ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മോട്ടോർ സൈക്കിൾ ടൂറിൽ ട്രാവൽ ചെയ്യുക, അതുപോലെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നിലവിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഒരു മോട്ടോമൈൽ ജേർണീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് ട്രാവൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ളവരെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ബൈക്കിൽ യാത്ര, ഞങ്ങൾ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനി ആയിട്ട് ബൈക്കിൽ അവരെ അവിടെ കാണിക്കുക, അതുപോലെ വിദേശികളായ സഞ്ചാരികളെ ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങൾ ബൈക്കിൽ കൊണ്ടുപോയി കാണിക്കുക. അതായത് ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾ ലീഡ് ചെയ്ത് അവർക്കും ബൈക്ക് കൊടുത്ത് ഇന്ത്യയും അതേപോലെ കേരളവും കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു എന്താ പറയുക ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഈ ഒരു കമ്പനിക്ക് സാറിന് തരാനുള്ളൊരു എന്തെങ്കിലും ചെറിയ സജഷൻസ്? ഞാനത് സജഷൻ തരാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല, ഞാൻ ആലോചിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ്. കാരണം കുറെ കൂടെ നാടിനെ അടുത്തറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്നത് ഒരു ബൈക്കിലാവുമ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞ ഈ അടുത്ത കാലത്ത് നമ്മുടെ സഞ്ചാരത്തിന്റെ കൂടെ വരുന്ന കുറച്ച് ആളുകളുമായിട്ട് ഞാൻ നേപ്പാളിൽ ചെന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, കാഠ്മണ്ഡുവില് ചെല്ലുമ്പോൾ ഗോവയിൽ നിന്ന് ഇതേപോലെ ഗംഭീര ഹിമാലയൻ എന്ന് പറഞ്ഞ ബൈക്കുണ്ടോ അല്ലേ? അതില് ഒരു 25-30 പേര് വിദേശികളാണ് ഗോവയിൽ വന്നിട്ട്, ഗോവയിലുള്ളൊരു കമ്പനിയാണത്. അവരുടെ പേരൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവരിങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് നേപ്പാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ മുറ്റത്ത് നിറയെ ബൈക്കുകളാണ്, ഒരേ ഷേപ്പ്, ഒരേ രൂപം, ഒരേ നിറമുള്ള ബൈക്കുകൾ, അതിന്റെ ഒരേ പേര്. അത് വിദേശികളാണ് മുഴുവൻ. ഞാൻ കാത്തു നിന്നവരെ കാണാൻ വേണ്ടി. ഗോവയിൽ നിന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ വലിയ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ അത് ഈ ബൈക്ക് ടൂറുകളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ വാഹനങ്ങൾ പോകാത്ത സ്ഥലങ്ങളിലേക്ക്, ഉൾനാടുകളിലേക്ക്, ഹിമാലയത്തിലേക്ക്, പർവ്വതമുടികളിലേക്ക് ഒക്കെ നമുക്ക് പോകാൻ പറ്റും. തീർച്ചയായിട്ടും ഗ്രാമങ്ങളിലേക്ക്, ആദിവാസി പ്രദേശങ്ങളിലേക്ക് ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണ്. ഈ കപ്പൽ യാത്രകൾ, ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഒരു കപ്പൽ യാത്ര സംവിധാനം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് നിർത്തിക്കളഞ്ഞു. ഈ കപ്പൽ യാത്രയിലേക്ക് നമ്മുടെ ടൂറിസം വളരാത്തത് തോന്നുന്നത്. ആദ്യം അതേസമയം വിദേശികൾ സമ്പന്നരായതുകൊണ്ട് ഒരുപാട് കപ്പൽ യാത്രകൾ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് സമയം കിട്ടും. അങ്ങനെയുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാതെ വിമാനത്തിൽ പോകുന്നതിന് പകരം കപ്പൽ യാത്ര പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അതിനുവേണ്ടിയുള്ള സാമ്പത്തികം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഈ കപ്പൽ യാത്രയ്ക്കൊക്കെ ഒത്തിരി സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കാലാവസ്ഥയാണ്. ഇപ്പൊ കരീബിയനിൽ ഒക്കെ സീസൺ ഇപ്പോൾ അത് ഒത്തുവരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അമേരിക്ക, കാനഡ ഒക്കെ, USA, കാനഡയൊക്കെ പോലുള്ള ഭൂപ്രദേശങ്ങളുമായിട്ടുള്ള സാമീപ്യവും അവരുടെ ഏറ്റവും തീവ്രമായ കാലാവസ്ഥയുള്ള വിന്റർ കാലഘട്ടത്തിൽ ഈ കരീബിയനിലെ ഏറ്റവും പ്ലസന്റായ ഒരു കാലാവസ്ഥയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോൾ അവിടേക്ക് 100 കണക്കിന് കപ്പലുകൾ ക്രൂസ് നടത്താൻ പറ്റുന്നു. അതുപോലെ തന്നെ മറ്റു ക്രൂസ് കമ്പനികളൊക്കെ അവരുടെ ക്രൂസുകൾ നടത്തുന്നത് വെതറൂടെ നോക്കിയിട്ടാണ്, ഈ കടലിലെ കാലാവസ്ഥ നോക്കിയിട്ടാണ് അവർ റൂട്ടുകൾ ഇടുന്നത്. നമുക്ക് ഒരു സീസണിന്റെ ഒരു പ്രധാന ഭാഗം, ഉദാഹരണത്തിന് പലപ്പോഴും എനിക്ക് തോന്നുന്ന പല ക്രൂസ് കമ്പനികളും ഫേസ് ചെയ്ത പ്രശ്നം പരാജയപ്പെട്ടു പോയതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമുക്കത് ഇപ്പോഴെ കോർഡേരിയ മാത്രമേ ഉള്ളൂ തോന്നല്ലേ ഇന്ത്യൻ ക്രൂസ് നടത്തുന്നത്. അവരും പകുതി സമയം വളരെ കുറച്ചേ ഈ പടിഞ്ഞാറൻ തീരത്തുള്ളൂ, ബാക്കി സമയത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് കിഴക്കോട്ട് പോകും. ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റെഗുലർ ബേസിൽ നടത്താൻ പറ്റുന്ന ഒരു കാലാവസ്ഥ പ്രശ്നം നമുക്കുണ്ട്. പിന്നെ രണ്ട്, നമ്മുടെ തീരദേശങ്ങളിൽ നമുക്ക് തീരത്ത് ഈ പറഞ്ഞ എല്ലായിടത്തും ഇത്തരം ഇത് അടുപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും ആയിട്ടില്ല. കൊച്ചിയിലുണ്ട്, അങ്ങനെ അതിനുള്ള ഫെസിലിറ്റികൾ ഉണ്ടാക്കണം. വിദേശികൾ വരുമ്പോൾ അവർക്ക് ഏത് തീരത്തിറങ്ങിയാലും അവിടെ കസ്റ്റംസ് ക്ലിയറൻസ് മുതൽ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള ഫെസിലിറ്റികൾ ഉണ്ടാവണം. ഈ സീസണലായിട്ട് നമുക്ക് നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് അതിലൊരു പ്രധാന പ്രശ്നം.